الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في ذاته، واحد في صفاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. اتقوا الله عباد الله، اوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മരണം സുനിശ്ചിതമാണ്. ആ മരണത്തിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടതുമാണ്. ലോകത്ത് ജനിച്ച ഒരാളും തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അമ്പിയാക്കൾ പോലും അങ്ങനെയാണ്. മഹാനായ ലോകരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. തീർച്ചയായിട്ടും മുഹമ്മദ് നബിയെ, നീ മരിക്കുന്നവനാകുന്നു, അവരും വ ഇന്നഹും മയ്യിതുൻ, അവരും മരിക്കുന്നവരാകുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖായ, അവന്റെ ഖലീലായ, അമ്പിയാക്കളിലെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മനുഷ്യരിലെ ഉത്തമരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവർ, അവിടുന്ന് വഫാത്തായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത്. അഹ്ലുസുന്നയുടെ ഉലമാക്കളിൽ മുഹദ്ദിഥീങ്ങളും മുഹഖഖീങ്ങളുമായ, അതുപോലെ ചരിത്ര പണ്ഡിതന്മാരെല്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു റബീഉൽ അവ്വൽ 12-നാണ് അവിടുന്ന് വഫാത്താകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അവിടുത്തെ വിയോഗം ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്ന ഒരു കാര്യം. നബി പറയാണ്, യാ അയ്യുഹന്നാസ്, നമ്മൾ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസി ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബ, മനുഷ്യരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ വിശ്വാസികളിൽ ഒരാൾക്കോ ഒരു ദുരന്തം സംഭവിച്ചാൽ فليتعز بمصيبته بي عن المصيبة التي تصيبه بغيره. എന്നെ സംബന്ധിച്ചുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അഥവാ എന്റെ വഫാത്തിനെ കുറിച്ച് അവൻ ഓർക്കട്ടെ. അങ്ങനെ അവനെ ബാധിച്ച മറ്റു ദുരന്തങ്ങളിൽ അവൻ ആശ്വാസം കണ്ടെത്തട്ടെ, സമാധാനം കണ്ടെത്തട്ടെ. ഇതിന് നബി പറയാണ്, ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലയുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബത്തി. കാരണം എന്റെ ഉമ്മത്തിൽ ഒരാൾക്കും എന്റെ വിയോഗത്തെക്കാൾ, എന്റെ വഫാത്തിനേക്കാൾ കടുത്ത ഒരു ദുരന്തം എനിക്ക് ശേഷം സംഭവിക്കൂലെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിനെ ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ നഷ്ടം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ്? അതെങ്ങനെ നമ്മൾ അളക്കുക? മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വസദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لأن المصيبة به أعظم من كل مصيبة يصاب بها
അൽ മുസ്ലിമു ബഅദഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമാണ് പറഞ്ഞത്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്, അവിടുത്തെ മരണം ഒരു മുസ്ലിമിന് അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന എല്ലാ ദുരന്തത്തെക്കാളും വലിയ ദുരന്തമാണ്. ഒരു മുസ്ലിമിന് മാതാപിതാക്കളെ നഷ്ടപ്പെടാം, അതിലേറെ വലിയ ദുരന്തം മുഹമ്മദ് നബിയുടെ വഫാത്താണ്. ഒരു മുസ്ലിമിന് തന്റെ കൂടപ്പറപ്പുകളെ നഷ്ടപ്പെടാം, അതിലേറെ വലിയ മുസീബത്ത് മുഹമ്മദ് നബിയുടെ വഫാത്താണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാം, യുദ്ധങ്ങളും ക്ഷാമങ്ങളും നേരിടാം, ആട്ടിയോടിക്കപ്പെടാം, പലായനങ്ങൾ ഉണ്ടാകാം. ഇവയൊക്കെ വേദനാജനകമാണ്. പക്ഷേ അവയിൽ പലതും ഈ ദുനിയാവിലെ ജീവിതത്തിലെ താൽക്കാലിക നഷ്ടങ്ങളാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, അവിടുത്തെ വഫാത്ത്, അത് മുഴുവൻ ഉമ്മത്തിന്റെയും നഷ്ടമാണ്, മനുഷ്യവർഗത്തിന്റെ നഷ്ടമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു നമ്മെ അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന വഴികാട്ടിയായി ഉണ്ടായത്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിനെ കൂടി അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ഷഹാദത്ത് കലിമ പൂർണ്ണമാകുന്നത്. തുടർന്ന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയാണ്, ഇൻ ഖതഅൽ വഹ്യു, എന്താ നബിയുടെ വഫാത്ത് കൊണ്ടുള്ള ദുരന്തം? വഹി നിലച്ചുപോയി. വമാതത്തിൻ നുബുവ്വ, നുബുവ്വത്ത് അവസാനിച്ചുപോയി. വകാന അവ്വലു ദുഹൂരി ശർരി ബിർതിദാദിൽ അറബി വഗൈരി ദാലിക്, അറബികളിലൂടെ റിദ്ദത്ത് സംഭവിച്ചു, മതപരിത്യാഗമുണ്ടായി, മുർത്തദ്ദായി പോയ ധാരാളം ആളുകൾ ഉണ്ടായി ആ കാലഘട്ടങ്ങളിൽ. വകാന അവ്വലു ഇൻഖിതാഇൽ ഖൈരി വഅവ്വലു നുഖ്സാനിഹി നഖ്സാനിഹി, നന്മയുടെ വിച്ഛേദനത്തിന്റെയും അതിന്റെ കുറവിന്റെയും തുടക്കം അതാണ്. മുഹമ്മദ് നബിയുടെ വഫാത്തോടുകൂടി ഈ ഉമ്മത്തിലുണ്ടായ ദുരന്തങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ദുരന്തവും, അത് സാമ്പത്തികമാകട്ടെ, കുടുംബപരമാകട്ടെ, മാനസികമാകട്ടെ, കച്ചവടമാകട്ടെ, ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെയാകട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനോട് തുലനം ചെയ്താൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തുണ്ടാക്കിയ ഒരു പ്രയാസം ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മഹാനായ കവികളിൽ ഒരാളാണ് അബുൽ അത്താഹി റഹ്മഹുല്ലാഹ്. അദ്ദേഹം മനോഹരമായ ചില വരികൾ കോറിവെക്കുന്നുണ്ട്. ഇസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലദി വഅലം ബിഅന്നൽ മർഅ ഗൈറു മുഖല്ലദി, എല്ലാ ദുരന്തങ്ങളിലും മുസ്ലിമേ നീ ക്ഷമിക്കുക, ധൈര്യത്തോടെ നിലകൊള്ളുക, മനുഷ്യൻ എന്നേക്കുമായി ജീവിക്കുന്നവരല്ലെന്ന് നീ മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസ്ബിർ കബാ സബറൽ കിറാമു ഫഇന്നഹാ നുവബുൻ തനൂബു യൗമ തക്സിഫു ഫീ ഗദിൻ, മാന്യന്മാർ ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്കുക. ഇന്ന് വന്നെത്തുന്ന ദുരിതങ്ങൾ നാളെയോടെ മാറിപ്പോകുന്നതാണ്. അവമാ തറ അന്നൽ മസായിബ ജമ്മത്തുൻ വതറൽ മനീയത ലിൽ ഇബാദി ബിമർസദി, ദുരന്തങ്ങൾ അനേകമാണെന്നും മനുഷ്യർക്കായി മരണം കാത്തിരിക്കുന്നുവെന്നും നീ കാണുന്നില്ലേ? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ആ വരി അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ഫഇദാ അതത്ക മുസീബത്തുൻ തശ്ജാ ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ നിന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു ദുരന്തം നിന്നെ ബാധിക്കുമ്പോൾ, അത് മരണമാകാം, രോഗമാകാം, സാമ്പത്തിക കഷ്ടനഷ്ടങ്ങളാകാം, ജീവിതത്തിലെ ഭൗതികമായ പല പരാജയങ്ങളുമാകാം, എന്ത് നിന്നെ ബാധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് നബിയുടെ മരണമെന്ന മഹാദുരന്തത്തെ നീ ഓർക്കുക. അതുവഴി നിന്റെ ദുരന്തങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. നബി പറഞ്ഞ ഒരു ഹദീസിന്റെ ശറഹായി വിശദീകരിക്കപ്പെട്ടതാണ് ഇതെല്ലാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, മരണവേളയിൽ മനുഷ്യരൊക്കെ മരണവേദന അനുഭവിക്കും. എല്ലാവരും മരിക്കുന്നത് പോലെ തന്നെ മരണവേദനയും അത് അനുഭവിക്കും. അതിൽ നിന്ന് ആരും മുക്തരല്ല. അള്ളാഹുവിന്റെ റസൂല് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ മുക്തനായിട്ടില്ല. ലോകരുടെ നേതാവ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി, അവിടുത്തെ മരണത്തിന്റെ അവസാന സമയങ്ങളെ വിശദീകരിക്കുന്ന നിരവധി സംഭവങ്ങൾ കാണാം. നമ്മളെ ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുകയാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റബീഉൽ അവ്വൽ 12 ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോകുന്നത്. അവിടുന്ന് പറയാം, നബിയുടെ അരികിൽ വെള്ളമുള്ള ഒരു പാത്രമുണ്ടായിരുന്നു. നമ്മൾ ഉമ്മ പറയാം, അവിടുന്ന് തന്റെ കയ്യ വെള്ളത്തിൽ മുക്കിയിട്ട് മുഖം തടവിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇന്ന ലിൽ മൗതി സകറാത്ത്. തീർച്ചയായിട്ടും മരണത്തിന് അതികഠിനമായ വേദനയുണ്ട്. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ കരങ്ങൾ ഉയർത്തി, ഫിർ റഫീഖിൽ അഅ്ലാ ഫിർ റഫീഖിൽ അഅ്ലാ ഹത്താ ഖുബിള വമാലത് യദുഹു. സഹീഹുൽ ബുഖാരിയിലെ 6510 നമ്പർ ഹദീസാണ്. ഉന്നതരായ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്നെ നീയാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവിടുന്ന്. ശേഷം അവിടുന്ന് വഫാത്തായി. അങ്ങനെ ഉയർത്തിയ കൈ അവിടുത്തേത് താഴത്തേക്ക് വീണു, താഴ്ന്നുപോയി എന്ന് നമ്മൾ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട നബി, ഹബീബായ നബി, അല്ലാഹുവിന്റെ ഖലീലായ നബി, നമ്മുടെ എല്ലാം അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മരണവേദനയിൽ പോലും വേദനയിൽ പോലും പറഞ്ഞ വാക്കെന്തറിയോ? തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത മരണത്തിന്റെ വേളയിൽ അവിടുന്ന് പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്, മരണത്തിന്റെ വേളയിൽ പോലും അവിടുന്ന് ആഗ്രഹിച്ചത് സ്വർഗത്തിലെ ഉന്നതരായ കൂട്ടുകാരെയാണ്. ഫിർ റഫീഖിൽ അഅ്ലാ. അതാണ് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത്, മാ മിൻ നബിയ്യിൻ യംറദു ഇല്ലാ ഖുയ്യിറ ബൈന ദുനിയ വൽ ആഖിറ. ഒരു നബിക്കും രോഗം ബാധിച്ചാൽ ദുനിയാവിനും ആഖിറത്തിനും ഇടയിൽ തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകപ്പെടാതെ പോയിട്ടില്ല. അവർക്കൊന്നുമില്ലെങ്കിൽ ദുനിയാവിൽ തന്നെ ജീവിക്കാനുള്ള അവസരം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ആഖിറത്തിലുള്ള ജീവിതം തിരഞ്ഞെടുക്കാം. അത് നബിമാർക്ക് മാത്രം പരിമിതമായതാണ്, ഖാസാണ്. അവിടുന്ന് മരണത്തിന് കാരണമായ രോഗാവസ്ഥ 14 ദിവസത്തോളം നീണ്ടുനിന്ന രോഗം ആ സഫറിന്റെ അവസാനത്തിൽ തുടങ്ങുകയും റബീഉൽ അവ്വലിന്റെ 11 അല്ലെങ്കിൽ 12 ഭൂരിപക്ഷ അഭിപ്രായം 12 അവിടുന്ന് മരണത്തിലേക്ക് വഴി നയിക്കാൻ കാരണമായ ആ രോഗത്തിന്റെ സമയത്ത് അവിടുന്ന് ഓതിയ ആയത്ത്, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവിടുന്ന് ഓതാൻ, അതാണ് ഫിർ റഫീഖിൽ അഅ്ലാ. അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹുകളുടെ കൂട്ടത്തിൽ എന്ന ആയത്താണ് ആ മരിക്കുന്ന സമയത്ത് അവിടുന്ന് ഓതുന്നത്. അപ്പൊ ആയിഷമ്മ പറഞ്ഞു, അവിടത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല, അവിടുന്ന് ഞങ്ങളെയല്ല തെരഞ്ഞെടുക്കുന്നത്, സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടുകാരായ മഹത്തുക്കളെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയെന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ബുഖാരിയുടെ സ്വഹീഹ് 4586 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്. മറ്റൊരു ഹദീസിൽ നമ്മൾ ഉമ്മ പറയണം, ഉമ്മയുടെ മാറിൽ, അവിടുത്തെ മാറിലാണ് നബി തലചായ്ക്കുന്നത്. അങ്ങനെ കാല് നീട്ടി ഉമ്മയുടെ മാറിൽ തലചായ്ച്ചിരിക്കാൻ അവിടുന്ന് മരിക്കണത്. ഇന്നഹു ലം യഖ്ബൽ നബിയ്യുൻ ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന സുമ്മ യുഖയ്യർ. സ്വർഗ്ഗത്തിൽ തനിക്കുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കപ്പെടുകയും തുടർന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യാതെ ഒരു നബിയും മരണപ്പെട്ടിട്ടില്ല എന്നാണ്. അത് ആയിഷമ്മയുടെ മടിയിൽ ചാരിക്കിടക്കായിരുന്നു നബി. അവിടുന്ന് ബോധരഹിതനായി. പിന്നീട് വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ വീടിന്റെ മേൽക്കൂരയിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അർ-റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ അർ-റഫീഖൽ അഅ്ലാ. അതങ്ങനെ പറഞ്ഞിട്ട് അവിടുത്തെ വാക്കുകൾ അങ്ങനെ മുന്നോട്ട് പോയി. സ്വഹീഹ് ബുഖാരിയിൽ തന്നെ 4440 നമ്പറിൽ കാണാം അവിടുന്ന് പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹു എനിക്ക് നീ പുറത്തിരണേ, എന്നോട് കരുണ കാണിക്കണേ, ഉന്നതരായ കൂട്ടുകാരുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ വാർദ്ധക്യത്തിന്റേതായ വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മരിക്കുന്ന സമയത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ വേളയിൽ അവിടുത്തെ ശരീരത്തിൽ വയസ്സായതിന്റെ യാതൊരു അടയാളം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയ അടയാളങ്ങളൊന്നുമില്ല. അനസ് ബിൻ മാലിക് ഖാദിമുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, തുവഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ഫി റഅസിഹി വലിഹിയതിഹി 20 ശഅറതൻ ബൈളാ.
ഇമാം അഹ്മദിന്റെ മുസ്നദിൽ 12043 നമ്പർ ഹദീസ് സ്വഹീഹാണ്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിലും താടിയിലും, അള്ളാഹുവിന്റെ റസൂലിന്റെ തലയിലും താടിയിലും 20ഓളം നരച്ച രോമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കൂ നിങ്ങൾ, സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പരിപൂർണമായി അടയാളപ്പെടുത്തുക. വലിയ നരബാധിച്ച ഒരാളായിട്ടല്ല നബി മരിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത് ഒരു തിങ്കളാഴ്ചയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റബീഉൽ അവ്വൽ തിങ്കളാഴ്ച. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, വലിദ നബിയ്യിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ഇത്നൈൻ വസ്തുൻബിഅ യൗമൽ ഇത്നൈൻ വഖറജ മുഹാജിറൻ യൗമൽ ഇത്നൈൻ വദഖലൽ മദീനത യൗമൽ ഇത്നൈൻ വതുവഫിയ യൗമൽ ഇത്നൈൻ. നിങ്ങളുടെ നബി ജനിച്ചതും ഹിജറ പോയതും മദീനയിലെത്തിയതും അവിടുന്ന് വഫാത്തായതും തിങ്കളാഴ്ചയായിരുന്നു എന്ന് സ്വഹാബിയായ അദ്ദേഹത്തിന്റെ അമ്മിന്റെ മകൻ, എളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകൻ, അദ്ദേഹത്തിന്റെ കസിൻ ബ്രദർ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല രേഖപ്പെടുത്താം. നമ്മളുമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്ന റിപ്പോർട്ടിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തിങ്കളാഴ്ച വഫാത്തായതും പിന്നീട് അവിടുന്ന് ശേഷം ഖബറടക്കം ചെയ്തതും പരാമർശിക്കുന്നത് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താണ്. നബിയുടെ വിയോഗവാർത്ത, അവിടുത്തെ മരണവാർത്ത മദീനയെയും പരിസര പ്രദേശങ്ങളെയും മുഴുവനും ദുഃഖത്തിലായി. 63 വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്ഭുതമാണ്. അതിൽ 40 വയസ്സ് വരെ നബിയല്ല. 40 വയസ്സിന് ശേഷം ഹിറയിൽ നിന്ന് നുബുവത്ത് കിട്ടി. പിന്നീട് ഏറെ താമസിയാതെ അവിടത്തേക്ക് റിസാലത്ത് ലഭിച്ചു. വീണ്ടും അധികം താമസിയാതെ അവിടത്തേക്ക് പരസ്യമായ ദഅവത്തിനുള്ള കൽപ്പനയുണ്ടായി. അങ്ങനെ സൊഫയുടെ കുന്നിൽ കയറിയ നിമിഷം മുതൽക്ക് തന്റെ മൂത്താപ്പയായ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്ന, അബൂലഹബ് എന്ന് പറയുന്ന അവിടുത്തെ മുശ്രിക്കുകളുടെ നേതാവിൽ നിന്ന് ആരംഭിച്ച ക്രൂരത അതങ്ങനെ തുടരുകയും ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും ഖൈബറും അടക്കം ധാരാളക്കണക്കിന് ആദർശപരമായ നിലനിൽപ്പിനുള്ള പോരാട്ടങ്ങളിലേക്ക് നയിക്കുകയും അവസാനം സുൽഹുൽ ഹുദൈബിയയ്ക്ക് ശേഷം പിന്നീട് മക്കം ഫതഹാവുകയും ആ മക്കയിൽ ഇസ്ലാം വ്യാപകമാവുകയും അവിടുന്ന് ആളുകൾ ധാരാളം ഇസ്ലാം സ്വീകരിക്കുകയും ഓടിപ്പോയ മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അവിടുന്ന് ഇക്രിമ പിന്നീട് അബൂജഹലിന്റെ പൊന്നുമോൻ ഇക്രിമ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അങ്ങനെ ഒരുപാട് വിജയങ്ങൾക്കൊടുവിൽ മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ മുഴുവനും ഇഷ്ടമാണ്, സ്വഹാബത്തിന്റെ മുഴുവനും കൺകുളിർമയാണ്. അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാത്ത ഒരു നിമിഷം പോലും കഴിയാനാവില്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ആ മദീനയും പരിസര പ്രദേശങ്ങളും മുഴുവനും ദുഃഖത്തിലാണ്. ഇന്ന് ഒരു റബീഉൽ അവ്വൽ 12 എന്നാൽ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ 12 തോരണങ്ങളാണ്, കൊടികളാണ്, മാലയാണ്, പാട്ടുകളാണ്, ഈരടികളാണ്. 1400 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു റബീഉൽ അവ്വൽ 12 വേദനയാണ്, വിഷമമാണ്, ദുഃഖമാണ്, സങ്കടമാണ്, ബോധരഹിതരാവുകയാണ്, വാളെടുക്കുകയാണ്, കൊന്നുകളയും. അങ്ങനെ പറഞ്ഞാൽ ആലോചിക്കുന്നു, താരതമ്യം ചെയ്തൊക്കെ ഒരേ റബീഉൽ അവ്വലാണ്, പക്ഷെ ഒരു 1400 വർഷത്തിന്റെ വ്യത്യാസം. 2 മാനസികാവസ്ഥ, 2 തരം ജനങ്ങൾ. വല്ലാഹുൽ മുസ്തആൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലമ്മാ കാന اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة أضاء منها كل شيء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിച്ച ദിവസം 2 അഖബ ഉടമ്പടികൾക്ക് ശേഷം മുസ്അബ് ഇബ്നു ഉമൈറിനെ പ്രതിനിധിയാക്കി മദീനയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അള്ളാഹുവിന്റെ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി കൂടെ അബൂബക്കറിനെയും കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പോന്നില്ലേ. അങ്ങനെ മദീനയുടെ അതിർത്തിയിലേക്ക് എത്തുന്നിടത്ത് കാണുന്നത് യഹൂദിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇദാ
നിങ്ങളുടെ നേതാവ് വന്നിരിക്കുന്നു. അങ്ങനെ അവർ സ്വീകരിക്കണം അല്ലാഹുവിന്റെ റസൂലിനെ. ആ വന്ന നിമിഷം മുതൽ സർവ വസ്തുക്കളുടെയും അന്തരംഗം ആഹ്ലാദപൂരിതമായി. അതായത് ഇമാം ബുഖാരി സ്വഹീഹിൽ 2925 നമ്പർ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്കുള്ള വരവിനാലും അവിടുത്തെ സാന്നിധ്യത്താലും എല്ലാവർക്കും സന്തോഷമായി. വിശ്വാസികൾ മുഴുവനും ആഹ്ലാദത്തിലായി. എന്നിട്ടോ ഫലമ്മാ കാനൽ യൗമുല്ലദി മാത ഫീഹി അളമ മിൻഹാ കുല്ലു ശൈ. എന്നാൽ അവിടുന്ന് ഒരു റബീഉൽ അവ്വൽ 12 ഈ ലോകത്ത് നിന്നും യാത്രയായ ദിവസം സകല വസ്തുക്കളുടെയും പ്രകാശം കിട്ടൂ. ശറഹുകളിൽ കാണാം, മദീനക്കാർക്കുണ്ടായ ദുഃഖം അത്രയും ആഴമേറിയതായിരുന്നു. എന്നിട്ട് ഹദീസിന്റെ ബാക്കി കാണാം, വനഫദ്നാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐദിയ വഇന്നാ ലഫി ദഫ്നിഹി ഹത്താ അൻകർനാ ഖുലൂബനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ മയ്യത്ത് അത് മറമാടപ്പെട്ട് ഏറെ കഴിയും മുമ്പ് തന്നെ അവർ മനസ്സാന്നിധ്യം കൊണ്ടെടുത്തു. ഇത് ധാരാളക്കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ട ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്യുന്ന സമയത്ത് പോലും സ്വഹാബത്ത് അതിയായ ദുഃഖത്തിലും ഞെട്ടലിലുമായിരുന്നു. അവർക്ക് ഉൾക്കൊള്ളാനാകണില്ല. അവരുടെ ഹൃദയങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർക്കു തന്നെ മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ആ സ്വഹാബികൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അല്ലാഹുവിന്റെ റസൂലിനെ, അവരുടെ നേതാവിനെ, അവരുടെ അധ്യാപകനെ, അവരുടെ കൺകുളിർമയെ, അവരുടെ മാർഗദർശകനെ, കരുണയുടെ പ്രതീകത്തെ, ദുർബലരുടെ അത്താണിയെ, അവരുടെ വിമോചകനെ, സത്യസന്ധനും നീതിമാനുമായ ലോകരുടെ നേതാവിനെയാണ് സ്വഹാബത്തിന് നഷ്ടമായത്. ഇനി ജിബ്രീൽ അവരെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി ഒരിക്കലും ജിബ്രീൽ അലൈഹിമുസ്സലാം വഹീയുമായി വരില്ല, അതിഥിയായി വരില്ല. ഇനി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരിട്ട് ദീന് പഠിക്കാനാവില്ല. അവിടുത്തെ മുന്നിൽ ഒരു തലയിൽ പക്ഷി വന്നിരുന്നാൽ പോലും പാറിപ്പോകാത്ത രീതിയിൽ, അവിടുത്തെ മുഖത്തേക്ക് ഒന്ന് അമർത്തി നോക്കുക പോലും ഇല്ലാത്ത രീതിയിൽ അവിടുന്ന് കണ്ട് അവിടുത്തെ അരികിലിരുന്ന് അവിടുന്ന് കിട്ടുന്ന ഇൽമുകൾ സ്വീകരിച്ച് അവർക്കിനി മുന്നോട്ട് പോകാനാവില്ല. ഇനി മദീനയുടെ മസ്ജിദിൽ, മിമ്പറിൽ, അതല്ലാത്ത സംസാരങ്ങളിൽ അവിടുത്തെ ശബ്ദം കേൾക്കാനാവില്ല. അതുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ തകർന്നു പോയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാട് അവർക്കുണ്ടാക്കിയ വിരഹം വിശാലമാണ്. നോക്കൂ, നിങ്ങൾ രണ്ടാമൻ, നമ്മളൊക്കെ പറയുന്ന പരുക്കനായ ഉമർ, മനക്കട്ടിയുള്ള ഉമർ. ഹദീസിൽ കാണാം, പിശാച് പോലും എതിരെ വരുമ്പോൾ മാറിപ്പോകുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെടുത്തപ്പെട്ട ഉമറിന്റെ അവസ്ഥ എന്തറിയില്ലേ? ഉമർ ഇങ്ങനെ സംസാരിക്കുകയാണ് ജനങ്ങളോട്. ഉമറിന്റെ മട്ടും ഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഉമറിന്റെ പ്രസംഗം എന്തറിയോ? വല്ലാഹി, അള്ളാനെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, മുഹമ്മദ് മരണപ്പെടൂല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തിൽ നിന്ന് 40 ദിവസം മാറി നിന്നതുപോലെ അവിടെ നിന്നും താൽക്കാലികമായി മാറി നിന്നതാണ്. നബി മരിച്ചു എന്ന് പറയുന്നവരോട്, വഫാത്തായി എന്ന് പറയുന്നവരോട് ഉമറിന്റെ പ്രതികരണം കടുത്തതായിരുന്നു. ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ കാണാം, മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ എന്റെ ഈ വാള് കൊണ്ട് ഞാൻ അവരെ വെട്ടുന്നതാണ്. നാലിൽ ചൊക്കിൻ ആരാണ് ഈ പറയണത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം എന്തറിയോ? അവിടുത്തേക്ക് മുഹമ്മദ് നബിയോടുള്ള സ്നേഹത്തിന്റെ ആഴമതാണ്. അന്ന് കൈപിടിച്ചിട്ട് പറഞ്ഞില്ലല്ലോ ഉമറേ, നിന്നെക്കാൾ ഈ മുഹമ്മദിനെ നീ സ്നേഹിക്കുന്നത് വരെ നിന്റെ ഈമാൻ പൂർണ്ണമാകില്ലെന്ന് നബി പറഞ്ഞില്ലേ? അതെ, അന്ന് മുതൽക്ക് അള്ള കഴിഞ്ഞാൽ പിന്നെ ഉമറിന് മുഹമ്മദ് നബിയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. സഹിക്കാനായില്ല അദ്ദേഹത്തിന്. എന്നാൽ സ്നേഹത്തിന്റെ പേരിൽ സത്യത്തെ മാറ്റാൻ കഴിയില്ല. ആ സമയത്ത് ഈ ഉമ്മത്തിലെ ഒന്നാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അവിടുന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല. വിദൂരതയിലുള്ള ചില റിപ്പോർട്ടിൽ കാണാം, അവിടുത്തെ മറ്റൊരു ഭാര്യയുടെ അടുത്ത് അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചെത്തി. നമ്മൾ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫജാഅ അബൂബക്കർ വന്നു. ഫകശഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബ്ബലഹു.
അവിടുന്ന് ഇങ്ങനെ നബിയെ നോക്കി, എന്നിട്ട് അവിടുത്തെ ചുംബിച്ചു. വഖാല, എന്നിട്ട് അബൂബക്കർ പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മീ തിബ്ത ഹയ്യൻ വ മയ്യിതൻ, എന്റെ പിതാവും മാതാവും അങ്ങേക്ക് ബലിയാകട്ടെ. ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് പരിശുദ്ധനാണ്, ഉത്തമനാണ്, വഫാത്തിന് ശേഷവും അങ്ങ് പരിശുദ്ധനും ഉത്തമനുമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഗാധമായ സ്നേഹവും ആദരവും പ്രകടമാക്കുന്ന വാക്കുകളാണ്. ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അയ്യുഹൽ ഹാലിഫു അലാ റിസ്ലിക്. ആ സമയത്തും ഉമർ അവിടെ തന്നെ ഉണ്ട്. ഉമർ ജനങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യം ചെയ്ത് പറയുന്നവരെ വല്ലാഹി ഞാൻ കൊല്ലുന്നവരാണ്, വല്ലാഹി റസൂല് മരിച്ചിട്ടില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് അയ്യുഹൽ ഹാലിഫു, ഓ സത്യം പറയുന്നവരെ, അലാ റിസ്ലിക്, നീ ഒന്ന് ശാന്തനാകും, ഉമറെ ശാന്തനാകും. അബൂബക്കർ സംസാരിക്കാൻ തുടങ്ങി. അബൂബക്കർ ഖത്താബ് ഇരുന്നു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 1241 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസിൽ നിന്ന് ആദ്യം അദ്ദേഹം ഇരിക്കാൻ കൂട്ടാക്കിയില്ല. ആരറിയോ? ഉമർ ഖത്താബ് ഇരിക്കാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്ത് ആര്? അബൂബക്കർ തന്നെ. പിന്നെ റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം ഇരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ച ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അലാ മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ഇബാദത്ത് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു ജീവിച്ചിരിക്കുന്നവരാണ്, അവനൊരിക്കലും മരിക്കൂല. എന്നിട്ട് അദ്ദേഹം ഓതിയ ആയത്ത് എന്തറിയോ? ഇന്നക മയ്യിതൂൻ വ ഇന്നഹും മയ്യിതൂൻ. തീർച്ചയായും മുഹമ്മദ് നബി മരിക്കുന്നവരാകുന്നു, അവരും മരിക്കുന്നവരാകുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും പാരായണം ചെയ്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് അല്ലാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് മുമ്പും മുർസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ. അദ്ദേഹം മരണപ്പെടുകയോ അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോവുകയോ, ആരെങ്കിലും പുറകോട്ട് തിരിച്ചു പോകുന്ന പക്ഷം അള്ളാഹുവിന് ദ്രോഹവും അത് വരുത്തൂല എന്ന ആയത്ത് അദ്ദേഹം അത് സൂറത്ത് ആൽ ഇംറാനിലെ 144 ഖാല. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാണ്, ഫനശജന്നാസു യബ്കൂൻ. അപ്പോൾ ജനങ്ങൾ ദുഃഖം കൊണ്ട് വിങ്ങിക്കരഞ്ഞു, പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ആ സത്യം ഉൾക്കൊണ്ട് ജനങ്ങൾ അതിയായ ദുഃഖത്തോടെ വിങ്ങിക്കറിഞ്ഞു. 3667 നമ്പറായി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മരണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം ഉമർ ഇബ്നുൽ ഖത്താബിന് താങ്ങാനായില്ല. കാരണം എന്തറിയോ? സർവരെക്കാളും അള്ളാഹു കഴിഞ്ഞാൽ അദ്ദേഹം സ്നേഹിച്ചത് മുഹമ്മദ് നബിയാണ്. മറ്റു സഹാബികളും ഒരുതരം വൈകാരികമായ മൂകതയിലാണ്, പ്രയാസത്തിലാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കറിയില്ലായിരുന്നു. കാരണം അവർക്കിടയിൽ മുമ്പൊരു പ്രവാചകൻ വന്നിട്ടില്ല. അവർ ചോദിക്കുന്നുണ്ട്, മറ്റു റിപ്പോർട്ടിൽ കാണാം, അല്ലയോ പ്രവാചകന്റെ കൂട്ടുകാരാ, സിദ്ദീഖുലൊക്കെ പറഞ്ഞു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ടോ എന്ന്. പിന്നെ അവർ ചോദിക്കണം, അതേ വഫാത്തായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നവർക്കറിയാമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നേരത്തെ അനസ് ബിൻ മാലിക് പറഞ്ഞ ഹദീസിൽ അതിന്റെ വാചകം വരുന്നത്. എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നറിഞ്ഞിട്ടും സ്വഹാബികൾ സമീപനം പാലിച്ചത്. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, 1400 വർഷത്തിനപ്പുറം നമ്മൾ കാണുന്ന മദീനയിൽ സഹാബികളൊക്കെ ദുഃഖിച്ചു, വിഷമിച്ചു, ബോധരഹിതരായി, വാളെടുത്തു, തീർത്തും അനാഥരെ പോലെയായി. എന്നിട്ടും അവരാരും ആ മാസത്തിൽ അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അവസാനത്തെ സഹാബിയായ അബൂ തുഫൈൽ ആമിർ ഇബ്നു വാസിലത്തുൽ ലൈസിയുൽ കിനാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബിയെ ശൈശവത്തിൽ, ബാല്യത്തിൽ നേരിൽ കണ്ട സ്വഹാബിയാണ്.
നബിയുടെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 8 വഫാത്ത് 110 ചില റിപ്പോർട്ട് അനുസരിച്ച് താഴെ മേലെയുണ്ട്. മക്കയിലെന്നാണ് അദ്ദേഹത്തിന്റെ വഫാത്ത്. അപ്പൊ ശരിക്കും 100 കൊല്ലം അള്ളാഹുവിന്റെ റസൂല് വഫാത്തായിട്ട് കൃത്യം ഒരു 100 കൊല്ലമോ അതിലധികമോ ജീവിച്ച മഹാനായ സ്വഹാബി. എന്നിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം 100 കൊല്ലത്തിൽ എത്ര റബീഉൽ അവ്വൽ, 100 കൊല്ലത്തിൽ എത്ര റബീഉൽ അവ്വൽ, ഒരു റബീഉൽ അവ്വലിന് പോലും അദ്ദേഹം ജന്മദിനം ആഘോഷിക്കുകയോ അതിന് സാക്ഷ്യം വഹിക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം മദീനത്തോ അല്ലെങ്കിൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഇസ്ലാം വ്യാപിച്ച ഏതെങ്കിലും പ്രദേശത്തിലേക്കോ അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, പിൻപറ്റി, അനുസരിച്ചു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മകൾ പ്രിയപ്പെട്ട ഫാത്തിമ, മഹദി ഫാത്തിമ റളിയല്ലാഹു ദുഃഖമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട് ഹദീസുകളിൽ. ഇമാം നസായി 1844 നമ്പറായി ഉദ്ധരിക്കുന്നുണ്ട്. യാ അബത്താ, എന്റെപ്പ, മിൻ റബ്ബിഹി മാ അദ്നാ, തന്റെ റബ്ബിനോട് എന്റെ ഉപ്പ എത്ര അടുത്തിരിക്കുന്നു. യാ അബത്താ, എന്റെ പൊന്നുപ്പ, ഇലാ ജിബ്രീല നൻആ, ജിബ്രീലോട് ഞങ്ങൾ അങ്ങയുടെ വിയോഗ വാർത്ത അറിയിക്കുന്നു. യാ അബത്താ, എന്റെ പൊന്നുപ്പ, ജന്നത്തുൽ ഫിർദൗസി മഅവാ, ജന്നത്തുൽ ഫിർദൗസ് ആണ് അങ്ങയുടെ വാസസ്ഥലം. എല്ലാം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച വഫാത്തായി. പിന്നീട് സഹാബത്ത് ഖിലാഫത്തിന്റെ കാര്യത്തിൽ കൂടിയാലോചിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ എല്ലാവരും ബൈഅത്ത് ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ എളാപ്പ ഫള് ഇബ്നു അബ്ബാസ്, അവിടുത്തെ മകൻ ഖുസം ഇബ്നു അബ്ബാസ്, മറ്റൊരു മകൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുമാ, അവരൊക്കെ കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്തു. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹും സ്വാലിഹും റളിയല്ലാഹു തആല കുളിപ്പിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഒരു മയ്യത്ത് നിസ്കരിച്ചു. ഒരു സാധാരണ രീതിയിലുള്ള മയ്യത്തല്ല നടന്നത്. പല ഘട്ടങ്ങളായി ജനങ്ങൾ സംഘങ്ങളായി അകത്ത് പ്രവേശിക്കുകയും ശേഷം അടുത്ത സംഘങ്ങൾ പ്രവേശിക്കുകയും നിസ്കരിച്ചവർ പുറത്തിറങ്ങുകയും വീണ്ടും അവിടെ അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു. ഇമാം തിർമിദിയുടെ ശമാഇൽ തിർമിദി അല്ലാഹുവിന്റെ റസൂലിന്റെ സിഫത്തുകൾ, നബിയുടെ രീതികൾ, മുഹമ്മദ് നബി അങ്ങനെ തന്നെ വർണ്ണിക്കുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നബിയെ പഠിപ്പിക്കുന്ന ഇമാം തിർമിദിയുടെ ശമാഇലിൽ ഒന്ന് റിപ്പോർട്ടിൽ കാണാം. സയ്യിദുന അബൂബക്കർ തന്നെ പറയാണ്, യദ്ഖുലു ഖൗമുൻ ഫയുകബ്ബിറൂന വയുസല്ലൂന വയദഊൻ ثم يخرجون ثم يدخل قوم فيكبرون ويصلون فيدعون ويدعون حتى يدخل الناس. ഓരോ വിഭാഗം സഹാബികൾ അകത്ത് പ്രവേശിക്കും, തക്ബീർ ചൊല്ലും, നിസ്കരിക്കും, ദുആ ചെയ്യും, ശേഷം പുറത്തു വരും. അങ്ങനെ ചെയ്യട്ടെ എന്നാണ് കൽപ്പനയാണ്. പിന്നീട് മറ്റൊരു വിഭാഗം പ്രവേശിക്കട്ടെ. അങ്ങനെ എല്ലാവരും പ്രവേശിക്കുന്നത് വരെ. പിറ്റേന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി. ആളുകൾ എപ്പോഴും ധരിച്ചിരിക്കണം 3 ദിവസം കഴിഞ്ഞിട്ടാണ്. നഊദു ബില്ലാഹ്, ചരിത്ര വസ്തുതകളോട് നിരക്കാത്ത അബദ്ധമാണ് ആ വാദം. ഏറെ താമസിയാതെ. കാരണം എന്താ? നബി പഠിപ്പിച്ചെന്താ? മരിച്ചാൽ ഉടനെ ഖബറടക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വീകാര്യമായ ചരിത്ര വസ്തുതകൾ സനദുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, തിങ്കളാഴ്ച മരിച്ചു, വഫാത്തായി, ചൊവ്വാഴ്ച വൈകുന്നേരമാകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ സമയമോ ആകുമ്പോൾ ഒരു ദിവസം, ആ ഒരു ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഖബറടക്കി അവിടുത്തെ അവരടക്കം ചെയ്തു എന്നതാണ്. വല്ലാഹു തആല അഅലം. പ്രിയമുള്ളവരെ, നമ്മൾ സൂചിപ്പിച്ചു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സ്വഹാബത്തിന്റെ മാനസികാവസ്ഥയും ശേഷക്കാരായി പിന്നീട് വന്ന താബികളുടെ മാനസികാവസ്ഥയും അതിനുശേഷം വന്ന തബൂ താബികളുടെ മാനസികാവസ്ഥയും, എന്തിന് ശിയകളിൽപ്പെട്ട ഉബൈദിയാക്കളും ഫാത്തിമിയാക്കളും ഇങ്ങനൊരു ബിദ്അത്തായ ഒരു ആചാരം, ഒരു അനാചാരം ഉണ്ടാക്കുന്നത് വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅ റബീഉൽ അവ്വലിനെ 12 കണ്ടത് സ്വഹാബത്ത് കണ്ടതുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടുത്തെ സ്നേഹിക്കാനും പിൻപറ്റാനും അനുസരിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം നൽകി നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെ മറവ് ചെയ്യണം എന്ന വിഷയത്തിലും സഹാബികൾക്കിടയിൽ അഭിപ്രായവ്യത്യാസം ഉണ്ടായി. അപ്പോൾ അബൂബക്കർ തന്നെ പറഞ്ഞു, സമിഅതു മിൻ റസൂലില്ലാഹി ശൈഅൻ മാ നസീതു. അള്ളാന്റെ റസൂലിൽ നിന്ന് ഞാനൊരു കാര്യം കേട്ടിട്ട് ഞാനത് മറന്നിട്ടില്ല. ഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, മാ ഖബലല്ലാഹു നബിയ്യൻ ഇല്ലാ ഫിൽ മൗദിഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി. അള്ളാഹു ഒരു നബിയുടെ ആത്മാവിനെ പിടികൂടുന്നത് അദ്ദേഹം മറവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരിടത്തല്ലാതെ. അതിനാൽ അബൂബക്കർ എന്ന് പറഞ്ഞു, ഇത് ഫിനൂഹു ഫീ മൗദിഇ ഫിറാശിഹി. അവിടുത്തെ വിരിപ്പുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ മറവ് ചെയ്യുക. ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 1018 നമ്പർ ഹദീസാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് ആയിഷമ്മയുടെ ഹുജറയിലാണ്, അവിടുത്തെ മടിയിലാണ്, അവിടുത്തെ കട്ടിലിനോട് ഭാഗത്താണ്. അവിടെ തന്നെ എന്ത് ചെയ്തു? ഖബർ ഒരുക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഖബർ തയ്യാറാക്കിയത് അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല. അതും ലഹദ് രീതിയിലുള്ള ഖബറാണ്. നമ്മുടെ നാട്ടിലെ മഹദാണ്, നമ്മുടെ നാട്ടിലെ രീതി വേറെയാണ്. ലഹദ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുമരിൽ അങ്ങോട്ട് തുരന്നിട്ട് ചുമരിലേക്ക് കയറ്റി വെക്കുന്ന രീതി ഇന്ന് അറബ് നാടുകളൊക്കെ കാണുന്ന രീതി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബർ തയ്യാറാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചവരിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഫളല് അലി, ആ ആളുകളൊക്കെ സഹാബത്തൊക്കെ ആ ഖബറിലേക്ക് ഇറങ്ങി മയ്യത്ത് അതിലേക്ക് ഇറക്കി വെച്ചു. മഹാനായ മൗല ശുക്റാൻ റളിയല്ലാഹു അൻഹു, റസൂലിന്റെ മൗലയാണ്, മോചിതനെ അടിമയാണ്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന ഒരു ഖതീഫ എന്ന് പറഞ്ഞാല് മൃദുവായ ഒരു വസ്ത്രം, രോമമുള്ള ഒരു വിരി അല്ലെങ്കിൽ വസ്ത്രം, അതെടുത്തിട്ട് ഖബറിൽ വെച്ചു. അള്ളാന്റെ റസൂൽ ധരിച്ചിരുന്ന അത് ഖബറിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലാ യൽബസുഹാ അഹദുൻ ബഅദക. അള്ളാഹുവാണ് സത്യം, അങ്ങേക്ക് ശേഷം ഇനി ആരും ഇത് ധരിക്കൂല. സുനൻ ഇബ്നു മാജയിൽ 1628. ഇമാം മുസ്ലിമിൽ കാണാം, ഇബ്നു അബ്ബാസിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ഒരു ചുവന്ന ഖതീഫ വെക്കപ്പെട്ടു. അഥവാ നബി ഉപയോഗിക്കണ വിരി, അതുപോലെ അവരവിടേക്ക് ഇറക്കി വെക്കാൻ. നബി വഫാത്തായപ്പോ സ്വഹാബാക്കൾക്ക് അദ്ദേഹത്തിന്റെ വസ്ത്രം പോലും മറ്റൊരാൾ ഉപയോഗിക്കുന്നത് സഹിക്കാനാകാത്തത്ര സ്നേഹവും വിരഹവും ഉണ്ടായിരുന്നു. വേറൊരാളത് ഉപയോഗിക്കരുത്, അത്രത്തോളം അവരുടെ മനസ്സിൽ. നബിയെ മറവ് ചെയ്ത ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് ബിൻ മാലിക്കിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യാ അനസ് അതാബത് നഫ്സ് അൻഫുസുകും അൻ തഹ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്. അല്ലയോ അനസ്, അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ നമുക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4462 നമ്പർ ഹദീസാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വഹാബത്തിന്റെ അതിരറ്റ സ്നേഹവും അവിടുത്തോടുള്ള ആദരവും ഈ വാക്കുകളിൽ പ്രകടമാണ്. നബിയുടെ വിയോഗം അവർക്ക് അത്രത്തോളം ഹൃദയഭേദകമാണ്, അത്രത്തോളം അവർക്ക് സഹിക്കാനാകാത്തതാണ്. ഈ ഹദീത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് താബിഈയായ സാബിത്ത് അൽ ബുനാനി റഹ്മഹുള്ളയെ കുറിച്ച് കാണാം. ഇത് ഈ പറഞ്ഞ ഹദീത്ത് ഉമ്മ ബീവി ഫാത്തിമ പറഞ്ഞ ഹദീത്ത് ഉണ്ടല്ലോ, ആ ഹദീത്ത് അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ റാവിമാരിൽ റിപ്പോർട്ടർമാരിൽ ഒരാള് താബിഈയായ സാബിത്ത് അൽ ബുനാനി റഹ്മഹുള്ള. ഈ സംഭവം കേൾക്കുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും വിറച്ചിട്ട് അദ്ദേഹം കരഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു വാക്കുകളത്, യാ അബതാ അജാബ റബ്ബൻ ദഅ, യാ അബതാ മിൻ ജന്നത്തിൽ ഫിർദൗസി മഅവ, യാ അബതാ ഇലാ ജിബ്രീൽ നൻആ. ഇതിങ്ങനെ വിശദീകരിച്ച ശേഷം ഹമ്മാദ് ബിൻ സയ്യിദ് റഹ്മഹുല്ലാഹ് പറയാണ്, ഫറഅയ്തു സാബിതൻ റളിയല്ലാഹു റഹ്മഹുല്ലാഹ് ഹീന ഹദ്ദസ ബിഹാദൽ ഹദീസ് ബക്കാ ഹത്താ റഅയ്തു അദ്ലാഅഹു തഖ്തലിഫു. ഈ ഹദീസ് ഇങ്ങനെ വിവരിക്കുമ്പോൾ ഞാൻ സാബിത്തിനെ കണ്ടു എന്നാണ്. ഈ ഹദീസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാണല്ലോ. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടു. എങ്ങനെ അറിയോ? അദ്ദേഹം കരഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാരിയെല്ലുകൾ ഇളകുന്നതുവരെ അദ്ദേഹം കരഞ്ഞു. കാരണം എന്തറിയോ, ഫാത്തിമ ബീവി പറയുന്ന ഈ വിഷയം അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ ഇടയിൽ റാവിയായ സാബിത്തിന് പോലും കേട്ടു നിൽക്കാനാകാത്തത്ര പ്രയാസം. പക്ഷേ
1400 വർഷങ്ങൾക്കിപ്പുറത്ത് നബിന്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ നബിയുടെ അന്ത്യസമയത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അല്ലാഹുൽ മുസ്തആൻ. നമ്മളെ പ്രതികരണം എങ്ങനെയെന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം സഹോദരങ്ങളെ. ഒരു ബാപ്പ മരിച്ച നമ്മൾ ആലോചിക്കും പലപ്പോഴും. പക്ഷെ ബാപ്പ മരിച്ച പോലെയല്ല അല്ലാഹുവിന്റെ റസൂൽ മരിച്ചത്. ഈ ലോകത്തൊരു നേതാവ് മരിച്ചതുപോലെയല്ല മുഹമ്മദ് നബി വഫാത്തായത്. അത് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്. നബിയെ കണ്ടിട്ടില്ലാത്ത സാബിത്ത് അൽ ബുനാനി താബിഈയാണ്, സ്വഹാബിയെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം നബിയുടെ വിയോഗം കേട്ടപ്പോ കരഞ്ഞെങ്കിൽ നബിയെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട, ശബ്ദം കേട്ട, സ്വന്തം കൈകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട കയ്യിൽ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്ത, കൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ റബീഉൽ അവ്വൽ 12 ആ വിയോഗം ഉണ്ടല്ലോ, അതെത്രത്തോളം മുറിവുണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. അത്രത്തോളം പ്രധാനമാണ്. നമ്മൾ ആലോചിക്കുക, ഒരു റബീഉൽ അവ്വൽ 12 അവർക്ക് മറക്കാൻ കഴിയില്ല. അവസാനം മദീനയുടെ മണ്ണിൽ പുണ്യ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായിൽ പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅന അറാ ഫിഹാ ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم يبكين. അനസ് ഇബ്നു മാലിക് പറയാണ്, ഞാൻ എല്ലാ രാത്രിയും എന്റെ പ്രിയപ്പെട്ട റസൂലിനെ ഞാൻ കാണുന്നു സ്വപ്നത്തിൽ. അദ്ദേഹം നബിന്റെ കൂടെ ജീവിച്ച ആളാണ്, നബിക്ക് വേണ്ടി ഖിദ്മ ചെയ്ത ആളാണ്. നബിയെ പോലെ അദ്ദേഹം വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല. അദ്ദേഹം പറയാണ്, ഇത് പറയുകയും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം കരയുമായിരുന്നു എന്ന്. എത്രത്തോളം അറിയാം. ഇമാം മാലിക്, മുവത്തയുടെ ഗ്രന്ഥകർത്താവായ ഇമാം മാലിക്, മുഹദ്ദിഥീങ്ങളിൽ പലരെയും കുറിച്ച് പഠിക്കുന്നിടത്ത് കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കണത് ഒന്നെടുത്തിട്ടാണ്. ഖുർആനല്ല ഓതണത്, ഹദീസാണ്. ഹദീസാണ് വായിക്കണത്, ഖുർആനല്ല. ഒന്നെടുത്തിട്ടാ വായിക്കാം, അതോടുകൂടിയ വായിക്കാം. കാരണം നബിന്റെ വാക്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം സഹാബത്തിന്റെ പേരൊക്കെ അങ്ങനെ സഹാബിയിലേക്ക് എത്തിയിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴേക്കും കരച്ചിൽ അധീനപ്പെടുത്തുമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി. ഒരു വശത്ത് ഖുറാഫാത്ത് പൊടിപിടിക്കാൻ, നമുക്കതിനോടൊക്കെ വെറുപ്പുണ്ടാകണം. എന്നാൽ മറുവശത്ത് സ്വഹാബത്തിന്റെ ഹുബ്ബ്, അത് നമ്മൾ പകർത്തണം, റബ്ബിനോട് ദുആ ചെയ്യണം ആ ഹുബ്ബ് നമുക്ക് കിട്ടാൻ. കാരണം നമ്മുടെ സ്വർഗത്തിന്റെ വിഷയമാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നബിയോടുള്ള വിരഹം ഹൃദയത്തിൽ എത്ര ആഴത്തിലാണ് അവർക്ക് നിലനിന്നിരുന്നത് എന്നതിനൊരു ഉദാഹരണം. എന്നിട്ടും പ്രിയമുള്ളവരെ, അവരാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല. എന്നാൽ അവർ നബിയെ സ്നേഹിച്ചു, നബിയെ പിൻപറ്റി, നബിയെ അനുസരിച്ചു. കാരണം നബിയെ സ്നേഹിക്കുക എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നബിയെ സ്നേഹിക്കുക എന്നത് ആരാധനയാണ്. നബിയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമാണ്. നബിയെ സ്നേഹിക്കുക എന്നത് പുണ്യമാണ്. എന്നാൽ അവരാരും നബിദിനം ആഘോഷിച്ചിട്ടില്ല. കാരണം നബിദിനാഘോഷം അനാചാരമാണ്, വഴികേടാണ്. നബി സ്നേഹവും നബിദിനാഘോഷവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. നബി സ്നേഹം പുണ്യകരമായ ആരാധനയാണ്, ഇബാദത്താണ്. എന്നാൽ നബിദിനാഘോഷം വ്യക്തമായ ബിദ്അത്താണ്, കൽപ്പനയിലില്ലാത്തതാണ്. ഷിയാക്കളും പിഴച്ച കക്ഷികളും ഇസ്ലാമിലേക്ക് ഇതിന്റെ പേരിൽ കടത്തിക്കൂട്ടിയതാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണും. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്ദേശം അവസാനിച്ചിട്ടില്ല. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, സുന്നത്ത് നമ്മുടെ മുന്നിലുണ്ട്, തൗഹീദ് നമ്മുടെ ഖൽബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് നബിയെ സ്നേഹിക്കുന്നവരെ, അവിടുത്തെ സുന്നത്ത് നമ്മൾ പിടിച്ചു നിർത്തണം. നിസ്കാരത്തിൽ അത് പ്രതിഫലിക്കണം, നമ്മുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കണം, കുടുംബ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം, കച്ചവടത്തിൽ അത് പ്രതിഫലിക്കണം, അയൽക്കാരോടുള്ള പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കണം, ദരിദ്രരോടും ദുർബലരോടുമുള്ള കരുണയിൽ അത് പ്രതിഫലിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ നിമിഷങ്ങൾ ഓർക്കുമ്പോ നമുക്ക് ഓർക്കണം, എന്തറിയോ, ഇന്നലിൽ മൗതി സക്കറാ. നമുക്കത് വരാണ്ട്, നമ്മുടെ മരണത്തിന് വേദനയുണ്ട്, നമ്മൾ മരിക്കേണ്ടവരാണ്. അതിനാൽ മരണത്തിന് വേണ്ടി തയ്യാറാകണം, തൗബ ചെയ്യണം, ഇബാദത്തുകൾ കാത്തുസൂക്ഷിക്കണം, എല്ലാ നന്മകളിലേക്കും സജീവരാകണം. ഒരിക്കലും തിന്മയോട് സഹവസിക്കരുത്. മരണത്തിന്റെ വേളയിൽ നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം, ഹൃദയത്തിൽ അല്ലാഹുവിനുള്ള ഭയമുണ്ടാകണം, ജീവിതത്തിൽ മുഹമ്മദ് നബിയുടെ സുന്നത്തുണ്ടാകണം. മരണത്തിന് ശേഷം അർ റഫീഖുൽ അഅലയെ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാകണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.
اللهم أحينا على الإسلام والسنة وتوفنا على الإيمان والتوحيد. اللهم ارزقنا حبك وحب نبيك محمد صلى الله عليه وسلم وحب من يحبك ويحب نبيك صلى الله عليه وسلم. اللهم ثبتنا على الحق وعلى كتابك وسنة نبيك صلى الله عليه وسلم. اللهم اجعل آخر كلامنا من الدنيا لا إله إلا الله، لا إله إلا الله. اللهم هون علينا سكرات الموت وارحمنا عند الموت واغفر لنا بعد الموت، واغفر لنا بعد الموت. اللهم احشرنا في زمرة محمد صلى الله عليه وسلم واسقنا من حوضه شربة لا نظمأ بعدها أبدا. اللهم اجمعنا مع النبيين والصديقين والشهداء والصالحين. اللهم ارزقنا الفردوس الأعلى بغير حساب ولا عذاب. اللهم اغفر لوالدنا ولجميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. اللهم أصلح أحوالنا، اللهم أصلح أحوالنا وأصلح أهلنا وأولادنا واحفظنا من الفتن ما ظهر منها وما بطن. اللهم انصر الإسلام والمسلمين وأعل كلمة الحق والدين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. قال الله تعالى: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فاذكروا الله العظيم يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر.